ബിഗ് ബോസ് സീസൺ 7 പുതിയ ഗെയിമും പുതിയ കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുതിയ ക്യാപ്റ്റൻ ഉണ്ടായിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ മുൻഷി രഞ്ജിത്ത് പെട്ടെന്ന് എലിമിനേറ്റ് ആയി പോവുകയും ചെയ്തു. പുള്ളിക്കാരൻ എലിമിനേറ്റ് ആയ ഉടനെ പുള്ളിക്കാരൻ പടക്കേ ഇറങ്ങി അങ്ങ് പോകാൻ തുടങ്ങി. അപ്പം ബിഗ് ബോസ് പറഞ്ഞു പറ്റത്തില്ല, പോയി എല്ലാവരോടും ഒന്ന് യാത്ര പറഞ്ഞിട്ട് വാ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ എലിമിനേഷൻ റൗണ്ടിൽ കാണുന്ന വലിയ വികാരഭരിതമായ യാത്രയൊന്നും അവിടെ ഉണ്ടായില്ല. കാരണം ഒരാഴ്ചയല്ലേ ആയുള്ളൂ, അത്ര വലിയ ഇൻറ്റിമേറ്റ് ആവാനൊന്നും ആയില്ല ആരുമായിട്ടും. അത്ര വലിയ നമുക്കൊരു അറ്റാച്ച്മെന്റ് ആരുമായിട്ടും കിട്ടാനൊന്നും ആയില്ല. അതുകൊണ്ട് തന്നെ ആർക്കും സ്ത്രീജനങ്ങളൊക്കെ ഒന്നും വിങ്ങി പൊട്ടാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ചിലർ ഇങ്ങനെ നടുവേന വരുന്ന പോലൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ കാണിക്കുന്നതല്ലാതെ വലിയ കാര്യമായ ഒരു വികാരമായ ഒരു യാത്രയപ്പൊന്നും അവിടെ നടന്നില്ല. പുള്ളിക്കാരനൊന്നും പ്രതീക്ഷിച്ചില്ല, പുള്ളിക്കാരൻ ഇറങ്ങി പോകുമായിരുന്നു. അതിനിടയ്ക്ക് നിവിൻ ഇതൊക്കെ വന്ന് പറഞ്ഞ് ഞാനും പുറകെ വരാമെന്നൊക്കെ പറഞ്ഞു. പുള്ളി അത് പുല്ലുപോലെ അതൊന്നും ശ്രദ്ധിച്ചു പോലുമില്ല. നീ പോടാന്ന രീതിയിൽ ഇറങ്ങി പോകുമായിരുന്നു സംഭവം. അപ്പം വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ഇതുവരെ ആയിട്ടില്ല ഗെയിമോടൊന്നും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അനുമോളും അപ്പായും ശരത്തും ഒക്കെ ജയിലിൽ കിടന്ന ഒരു ദിവസം കുറേ ചപ്പാത്തി ഉണ്ടാക്കി തീർത്തു. അങ്ങനെയൊക്കെയുള്ള അത് ചെറിയ ചെറിയ സംഭവങ്ങൾ. പിന്നെ അനീഷ് എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്യുകയും കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചു ഒക്കെ ഇങ്ങനെ നടക്കുന്നു എന്നല്ലാതെ നമുക്ക് അതിനകത്തൊരു വലിയ ഒരു രസകരമായ സംഭവങ്ങളോ അല്ലെങ്കിൽ നോക്കിയിരുന്ന് കാണാൻ. പിന്നെ ഗിസേലിൻ്റെ കുറച്ച് ഇടയ്ക്ക് ഉള്ള മണ്ടത്തരങ്ങളും ഒക്കെ. ശരിക്കും ഗിസേലൊന്നും ഈ എലിമിനേഷൻ റൗണ്ടിൽ വരുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവരുടെയൊക്കെ വായിന്ന് എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം. അതുപോലെ തന്നെ രേണുസുതി എപ്പോഴും എനിക്ക് തലവേദനയാണ്, മറ്റേതാണ് മറിച്ചാന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്നതല്ലാതെ വലിയ കാര്യമായ ആക്ടിവിറ്റീസ് ഒന്നും ആരുടെയും ഭാഗത്തുനിന്ന് ഇതുവരെ എനിക്ക് കാണാൻ സാധിച്ചില്ല. ഇനി ഇന്ന് മുതൽ പുതിയ നവാസാണ് പുതിയ ക്യാപ്റ്റൻ. ഇനി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് ഉണ്ടാവുന്നത് അറിയാം. എന്നാലും അനീഷ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഞാൻ പറയുന്നത് കേട്ടേ പറ്റൂ, എന്നെയാണ് ഗിസേലിനെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ ബിഗ് ബോസ് വിമർശിച്ചെന്നൊക്കെ പറഞ്ഞാണ് അനീഷ് നടക്കുന്നത്. ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വൈകിട്ട് കാണാം.